നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി KSRTC ഡിപ്പോ വളപ്പിൽ ആരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനം ആരംഭിച്ചു. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. CPM പുതുക്കാട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അൽജോ പുളിക്കനെ തെരഞ്ഞെടുത്തു. വെറ്റിലപ്പാറ സിൽവർ സ്റ്റോൺ പാലത്തിന് സമീപത്തു നിന്നും രാജവെമ്പാലയെ പിടികൂടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. രോഗിയുമായി പോയ ആംബുലൻസിന് മുൻപിൽ യാത്രാ തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ആധാർ കാർഡ് പുതുക്കൽ സൗജന്യമായി നടത്തി. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 17ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി KSRTC ഡിപ്പോ വളപ്പിൽ ആരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ ഫ്ളാഗ് ഓഫ് ചെയ്ത് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഡ്രൈവിംഗ് പാഠപുസ്തകം, ഡ്രൈവിംഗ് പഠനത്തിനുള്ള ആപ്പ്, മോക്ക് എക്സാമിനേഷൻ, സിമുലേറ്റർ തുടങ്ങിയവയടക്കം എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് സ്കൂൾ പ്രവർത്തിക്കുക. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുടെ രീതിയാണ് KSRTCയും സ്വീകരിക്കുന്നത്. കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാകും പരിശീലനം ലഭ്യമാക്കുക. KSRTC ഡിപ്പോയിൽ തന്നെ സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് പരിശീലനം. KSRTC ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയാണ് ഈ സ്കൂളുകളിൽ പരിശീലകരായി നിയോഗിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കായി വനിതാ പരിശീലകരുണ്ടാകും. പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് പുറമെ വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന തിയറി ക്ലാസുകളും ഉണ്ടാകും. സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇവിടെ പരിശീലന ഫീസായി ഈടാക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. ഹെവി വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത്. 9,000 രൂപയാണ് ഫീസ്. ഇതേ ഫീസിൽ 4 ചക്ര ഇരുചക്ര വാഹന പരിശീലനവും ഉൾപ്പെടും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കും അനുവദിക്കും. ലൈസൻസ് നേടിയവർക്ക് റോഡ് പരിശീലനവും നടത്തും. ഹെവി ലൈസൻസ് വാങ്ങുന്നതിന്, ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 9,000 രൂപ. പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ 15,000 രൂപയോളം വാങ്ങിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചതനുസരിച്ച് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, എപ്പോഴും ചിലവ് രീതിയിൽ എപ്പോഴും ഡ്രൈവിങ്ങിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിലുള്ള പരിശീലനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളുകളെ ആരംഭിക്കുന്നത്. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ, ഗവൺമെന്റ് LP, സെയിന്റ് ഡോൺ ബോസ്കോ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കുന്ന 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5,800-ലധികം പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ GLP സ്കൂളിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ചാലക്കുടി AEO നിഷ PB പദ്ധതി വിശദീകരണം നടത്തും. സിനി ആർട്ടിസ്റ്റ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയാകും. വ്യാഴാഴ്ച കലോത്സവം സമാപിക്കും. CPM പുതുക്കാട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അൽജോ പുളിക്കനെ തെരഞ്ഞെടുത്തു. നിർദ്ദിഷ്ട പുതുക്കാട് റെയിൽവേ മേൽപ്പാലം ഉടനെ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് CPM പുതുക്കാട് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
പുതുക്കാട് സെന്ററിൽ നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. MA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, സരിത രാജേഷ്, അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, AA ശ്രീധരൻ, MR രഞ്ജിത്ത്, EK അനൂപ്, KS അരുൺ, CP സജീവൻ, സുമ ഷാജു എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് അൽജോ പുളിക്കനെ സെക്രട്ടറിയായും 13 അംഗ ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. വെറ്റിലപ്പാറ സിൽവർ സ്റ്റോൺ പാലത്തിന് സമീപത്തു നിന്നും രാജവെമ്പാലയെ പിടികൂടി. പാലത്തിനോട് ചേർന്നുള്ള കടയുടെ സമീപത്തെ മരത്തിൽ നിന്നാണ് ഏകദേശം 12 അടി നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. കടയിൽ വന്ന വിനോദസഞ്ചാരികളാണ് മരത്തിൽ ചുറ്റിക്കിടക്കുന്ന നിലയിൽ പാമ്പിനെ കണ്ടത്. തുടർന്ന് കടയുടമ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. ചാലക്കുടി മൊബൈൽ റെസ്ക്യൂ ടീം അംഗങ്ങളായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീകാന്ത്, റെസ്ക്യൂവർ ദിജിത് ദിവാകരൻ, ഡ്രൈവർ ഷെഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത്. കർണാടക തുങ്കൂറിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് വന്നിരുന്ന 20 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ അയ്യപ്പ ഭക്തരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി. രോഗിയുമായി പോയ ആംബുലൻസിന് മുൻപിൽ യാത്രാ തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തി വാഹന ഉടമയിൽ നിന്നും ഡ്രൈവറിൽ നിന്നും വിശദീകരണം തേടി. തൃശൂർ പെരുമ്പിലാവിലായിരുന്നു സംഭവം. ഗുരുതരമായ നിയമലംഘനം നടത്തിയ വടക്കാഞ്ചേരി സ്വദേശിയായ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. എടപ്പാൾ ഡ്രൈവർ ട്രെയിനിംഗ് സെന്ററിൽ ഡ്രൈവിംഗ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. മട്ടത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആധാർ കാർഡ് പുതുക്കൽ സൗജന്യമായി നടത്തി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി MS ബീന, മറ്റ് അധ്യാപകർ, PTA പ്രസിഡന്റ് ശ്രീ വിമൽ PR, മറ്റ് ഭാരവാഹികൾ എന്നിവർ ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 17ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും യജ്ഞാചാര്യൻ തത്തനപ്പള്ളി കൃഷ്ണയ്യരെയും ക്ഷേത്രവാദ്യങ്ങളോടെ ആനയിച്ചു കൊണ്ടുവന്നു. തുടർന്ന് EV കൃഷ്ണൻ നമ്പൂതിരി യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. 1ാം ദിവസം വൈകിട്ട് വരാഹാവതാരം, തുളസിക്കതിർ അർച്ചന എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ എളങ്ങള്ളൂർ മന ഗിരീശൻ, അജിത് കുമാർ കളരിക്കൽ, പ്രഭാഷ് കളരിക്കൽ, ചന്ദ്രൻ എറവക്കാട്, KV സനൂപ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണ്ണവില 70 രൂപ കൂടി ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി KSRTC ഡിപ്പോ വളപ്പിൽ ആരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനം ആരംഭിച്ചു. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. CPM പുതുക്കാട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അൽജു പുളിക്കനെ തെരഞ്ഞെടുത്തു. വെറ്റിലപ്പാറ സിൽവർ സ്റ്റോൺ പാലത്തിന് സമീപത്തു നിന്നും രാജവെമ്പാലയെ പിടികൂടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. രോഗിയുമായി പോയ ആംബുലൻസിന് മുൻപിൽ യാത്രാ തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ആധാർ കാർഡ് പുതുക്കൽ സൗജന്യമായി നടത്തി. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 17ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.